നമസ്കാരം. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് ചുമതലയേറ്റു. KPCC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഒ.ജെ. ജനീഷ് സംസ്ഥാന അധ്യക്ഷനായും ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റായും ചുമതലയേറ്റു. KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. പ്രതീക്ഷിക്കാത്ത ഘട്ടത്തിലാണ് ഈ സ്ഥാനം ഏറ്റെടുത്തതെന്ന് ജനീഷ് പറഞ്ഞു. ഒരിക്കലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകാൻ കഴിയുമെന്ന് കരുതിയിട്ടില്ല. ഇനിയുള്ളത് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ്. വളരെ പെട്ടെന്ന് തന്നെ സർക്കാരിനെതിരായ സമരപരിപാടികൾ ആലോചിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതുപ്പള്ളി പഞ്ചായത്തിന്റെ വികസന സദസ്സ് വേദിക്ക് മുന്നിൽ കുത്തിയിരുന്ന് ചാണ്ടി ഉമ്മൻ. പരിപാടിയുടെ പോസ്റ്ററിലും പ്രചരണ സാമഗ്രികളിലും അനുവാദമില്ലാതെ പേരും ചിത്രവും ഉപയോഗിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. നിർമ്മാണം നിലച്ചു കിടക്കുന്ന മിനി സിവിൽ സ്റ്റേഷന് ഉമ്മൻചാണ്ടിയുടെ പേരിടുന്നതിനെതിരെയും ചാണ്ടി വിമർശനം ഉന്നയിക്കുന്നു. സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യാതെ സിവിൽ സ്റ്റേഷൻ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. വികസന സദസ്സ് തുടങ്ങിയതു മുതൽ അവസാനിക്കുന്നത് വരെ ചാണ്ടി ഉമ്മൻ പ്രതിഷേധം തുടർന്നു. കോട്ടയം കുറുവിലങ്ങാട് MC റോഡിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം. സംഭവത്തിൽ ഒരാൾ മരിച്ചു. കണ്ണൂർ ഇരട്ടി സ്വദേശിയായ സിന്ധുവാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ചീങ്കല്ലയിൽ പള്ളിക്ക് സമീപത്താണ് അപകടമുണ്ടായത്. തിരുവനന്തപുരത്ത് നിന്നും ഇരിട്ടിയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. കണ്ണൂർ ഇരട്ടി സ്വദേശികളാണ് ബസ്സിലുണ്ടായിരുന്നത്. ചീങ്കല്ലയിൽ പള്ളിക്ക് സമീപമുള്ള വളവ് കടക്കുന്നതിനിടെ വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. 49 പേർ ബസ്സിലുണ്ടായിരുന്നു. ഇതിൽ 18ഓളം പേർക്കാണ് പരിക്കേറ്റത്. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പ്രമീള ശശിധരൻ കോൺഗ്രസിലേക്ക്. BJPയിലെ വിഭാഗീയത മുതലെടുക്കാൻ കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CV സതീഷ്. പ്രമീള ശശിധരൻ പാലക്കാട് MLAയുമായി വേദി പങ്കിട്ടതിന്റെ പേരിൽ BJP നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അവരെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാണ്. അതിൽ യാതൊരു സംശയവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കുംഭകോണത്തിൽ അടിപതറി BJP സംസ്ഥാന നേതൃത്വം. വാർത്താ സമ്മേളനത്തിൽ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ കൃത്യമായ മറുപടി പറയാനാകാതെ വലഞ്ഞ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കോടികളുടെ അഴിമതി ആരോപണത്തിൽ മറുപടി പറയാൻ കഴിയാതെ ആയതോടെ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ അധിക്ഷേപിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അധ്യക്ഷനെ രക്ഷിക്കാനിറങ്ങിയ BJP ജനറൽ സെക്രട്ടറി S. സുരേഷ് മാധ്യമങ്ങളോട് കയർക്കുകയും ചെയ്തു. ഒടുവിൽ ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകർക്ക് നേരെ മോശം ആംഗ്യം കാണിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിപ്പോയത്. തൃശൂർ കുട്ടനെല്ലൂരിലുണ്ടായ വാഹനാപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. പോലീസ് ജീപ്പ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡിവൈഎസ്പിക്കും മറ്റ് ഒരു പോലീസുകാരനുമാണ് പരിക്കേറ്റത്. ഡിവൈഎസ്പി ബൈജു പൗലോസിനും ജീപ്പ് ഓടിച്ചിരുന്ന പോലീസ് ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഡിവൈഎസ്പി ബൈജു പൗലോസ്. പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈജു പൗലോസിന്റെ കൈക്ക് പൊട്ടലുണ്ടെന്നാണ് വിവരം. PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചതിൽ പ്രതിഷേധിച്ച് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യറിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. KSU പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. ബാരിക്കേഡ് തള്ളിമാറ്റി മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് നിരവധി പ്രാവശ്യം ജലപീരങ്കി പ്രയോഗിച്ചു. റോഡിൽ തെന്നിവീണ പ്രവർത്തകർക്ക് പരിക്കേറ്റു. പോലീസിന് നേരെ കല്ലേറുണ്ടായി. സെക്രട്ടേറിയറ്റിനുള്ളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന്റെ ചില്ലുകൾ തകർത്തു. സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിലേക്കായിരുന്നു MSF മാർച്ച്. ബാരിക്കേഡിന് മുകളിൽ കയറാൻ പ്രവർത്തകർ ശ്രമിച്ചപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. സ്വർണം ചെമ്പാക്കിയ വിദ്യ. നൊബേൽ സമ്മാനം പിണറായി വിജയന്. സ്വർണം ചെമ്പാക്കിയ വിദ്യ കണ്ടുപിടിച്ചതിന് രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം പിണറായി വിജയന് നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒറിജിനൽ സ്വർണ്ണശില്പം ഒരു കോടീശ്വരന് വിറ്റു. വിശ്വാസികളെ നോക്കി തത്വമസി എന്ന് പറഞ്ഞ പിണറായി വിജയന് തത്വമസിയുടെ അർത്ഥം പോലും അറിയില്ലെന്നും VD സതീശൻ പറഞ്ഞു. കല്ലും മുള്ളും കാലിക്കുമത്തെ എന്ന് തെറ്റിച്ചു പറഞ്ഞ മുഖ്യമന്ത്രി വിശ്വാസ സംഗമം എന്ന പേരിൽ അയ്യപ്പനെ പറ്റിക്കാനാണ് പോയതെന്നും VD സതീശൻ ആരോപിച്ചു. മദ്യപിച്ചെത്തുന്നത് ചോദ്യം ചെയ്തു. പറവൂരിൽ ഭർത്താവ് ഭാര്യയെ അടിച്ചുകൊന്നു. വടക്കൻ പറവൂരിലാണ് സംഭവം. 58-കാരി കോമളമാണ് മർദ്ദനമേറ്റ് മരിച്ചത്. സംഭവത്തിൽ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാളുടെ മകനും മർദ്ദനമേറ്റിരുന്നു. ഉണ്ണികൃഷ്ണൻ മദ്യപിച്ചെത്തിയത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണം. വീട്ടിൽ സ്ഥിരമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. കോമളത്തിന്റെ തലക്കേറ്റ അടിയാണ് മരണകാരണം.
സംസ്ഥാനത്ത് UDSF വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എതിർപ്പ് ഘടിപ്പിച്ച വിദ്യാർത്ഥി സംഘടനകൾ UDSF സംസ്ഥാനത്ത് ബുധനാഴ്ച സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സർക്കാർ പദ്ധതിയിൽ ഒപ്പിട്ടതിന് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത്. CPIയും വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ ചർച്ചയ്ക്ക് ശേഷവും അനുനയമായില്ല. CPI മന്ത്രിമാർ മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും.